ഒഡീഷയിൽ നിന്നുള്ള ഡി ഡൈനാമിക്സിന്റെ കണക്കനുസരിച്ച് NDAക്ക് 13 സീറ്റ്, കോൺഗ്രസിന് അവിടെ സീറ്റൊന്നുമില്ല. ബി ജെ ഡിക്ക് 8 സീറ്റുകൾ. അതായത് നമ്മൾ നേരത്തെ നമ്മുടെ പരിപാടിയിൽ BJP ഓവർടേക്ക് ചെയ്യുന്നു. കഴിഞ്ഞ തവണ 8 സീറ്റ്, കഴിഞ്ഞ തവണത്തേതിന്റെ നേരെ ഇത്തവണ BJD 8 സീറ്റിലേക്ക് ഒതുങ്ങുന്നു. അതായത് നവീൻ ബാബുവിന്റെ കാലം കഴിഞ്ഞാൽ എന്താവും BJDയുടെ അവസ്ഥ? ആ ഒഡീഷ കൂടി BJPയുടെ ടേക്ക് ഓവറിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്നുള്ള സൂചന ഈ നമ്പറിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഖ്യമന്ത്രിയാവുമോ എന്നുകൂടി അറിയാനുള്ള എക്സിറ്റ് പോൾ കൂടി വരാനുണ്ട്. രാജസ്ഥാന്റെ ഫലം വരികയാണ്. 20 സീറ്റുകൾ NDAക്ക്, ഇന്ത്യ മുന്നണിക്ക് 4 സീറ്റ്, മറ്റുള്ളവർക്ക് 1 സീറ്റ്. ഇന്ത്യ മുന്നണി അപ്രതീക്ഷിതമായി നേട്ടമുണ്ടാക്കിയ സംസ്ഥാനമായി രാജസ്ഥാൻ മാറുന്നുവെന്ന് ഡി ഡൈനാമിക്സ് പറയുന്നു. 4 സീറ്റുകൾ അവിടെ അവർ ഇന്ത്യ മുന്നണിക്ക് നൽകുന്നു. CNN ന്യൂസ് രാജസ്ഥാനിൽ CPM ആണോ? അല്ല, അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് മറ്റുള്ളവർ. ഗുജറാത്ത് 26 സീറ്റായിരിക്കാം. 26-0 എന്ന് പറയുമ്പോൾ അതായത് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പുരുഷോത്തം രൂപാലയുടെ സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് ആനന്ദ് പോലെയുള്ള മണ്ഡലങ്ങൾ ഇത്തവണ കോൺഗ്രസ് ജയിക്കുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. ബറൂച്ച് ആപ്പ് ജയിക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു. ഒക്കെ സൂചന മാത്രം എന്നാണ് ഇപ്പോ. 26 ഗുജറാത്തിൽ, മോദിയുടെ ഗുജറാത്തിൽ ഒരു നമ്പർ പോലും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. മഹാരാഷ്ട്രയിൽ NDA 34, ഇന്ത്യ മുന്നണി 13, മറ്റുള്ളവർ 1. ബീഹാറിലെ കണക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. ആക്സിസ് മൈ ഇന്ത്യ അവിടെ വലിയ NDA വിജയം പറയുന്നു. JDU 9 മുതൽ 11, BJP 13 മുതൽ 15, കോൺഗ്രസ് 1 മുതൽ 2, RJD 6 മുതൽ 7. RJD 6 മുതൽ 7 വരെ നേടുകയാണെങ്കിൽ വലിയ നേട്ടമാണ്. കഴിഞ്ഞ തവണത്തെ 0-ൽ നിന്ന് അങ്ങനെയാണെങ്കിൽ അവിടെ കിഷൻഗഞ്ച് എന്ന ഒറ്റ മണ്ഡലം മാത്രമായിരുന്നു കഴിഞ്ഞ തവണ ബീഹാറിൽ. BJPക്ക് സാധ്യമാകുന്നു. അതായത് 9 മുതൽ 11 വരെ സീറ്റുകൾ JDU നേടുന്നു എന്ന് പറയുമ്പോൾ അവിടെ വലിയ പരാജയം JDU ഏറ്റുവാങ്ങുന്നു. നവീൻ പട്നായിക് അവസാനിക്കുന്നു എന്ന ആ ഒരു നിലയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു സൂചനയാണ്. കഴിഞ്ഞ തവണ 16-ൽ നിന്ന് 13 സീറ്റിലേക്കാണ് അവിടെ JDU എത്തുന്നത്. ബീഹാറിൽ പുതിയ ബ്രാൻഡായി തേജസ്വി യാദവ് എമർജ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഫലസൂചന ഈ എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുന്നത്. ബീഹാറിൽ പക്ഷേ 20 സീറ്റെങ്കിലും പ്രതീക്ഷിച്ചു. 20 സീറ്റെങ്കിലും കുറഞ്ഞത് അവിടെ കോൺഗ്രസ്, RJD, CPI, ML, CPM, CPI സഖ്യം. ഹിമാചലിൽ 3 സീറ്റ് NDA, 1 സീറ്റ് കോൺഗ്രസ്, മറ്റുള്ളവർക്കൊന്നുമില്ല. അതായത് കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ 1-2 സീറ്റുകളൊക്കെ നേടുന്നു. മണ്ഡി സീറ്റിലായിരിക്കുമോ അവിടെ കോൺഗ്രസ് ജയിക്കുന്നത് എന്നുള്ളത് അറിയാനുണ്ട്. ബീഹാറിൽ നിന്നുള്ള വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. യാദവ്, മുസ്ലിം ഒഴികെയുള്ള വിഭാഗങ്ങൾ NDAക്കൊപ്പം വോട്ട് ചെയ്തു എന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ. ഉത്തരാഖണ്ഡിൽ 5 ക്ലീൻ സ്വീപ്പ് BJPക്ക്. ടൈംസ് നൗവിന്റെ സർവേ കഴിഞ്ഞ തവണത്തെ തുല്യമായി തന്നെ 5 സീറ്റുകളും ഉത്തരാഖണ്ഡിൽ BJP സ്വന്തം പേരിൽ തന്നെ എഴുതി വെക്കുമെന്നാണ് ടൈംസ് നൗ പ്രവചിക്കുന്നത്. ഗുജറാത്തിൽ മാറ്റമില്ല, ഉത്തരാഖണ്ഡിൽ മാറ്റമില്ല. ജമ്മു കാശ്മീരിൽ NDAക്ക് 2 സീറ്റ്, കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് 2 മുതൽ 3 വരെ സീറ്റുകൾ, മറ്റുള്ളവർക്ക് 1 സീറ്റ്. ജമ്മുവിലെ 2 സീറ്റുകൾ BJP നിലനിർത്തുന്നു. കാശ്മീരിലെ 3 സീറ്റുകൾ വരെ, അത് നാഷണൽ കോൺഫറൻസും PDPയും കൂടി പങ്കിടുന്നു. മറ്റുള്ളവർക്ക് 1 സീറ്റ് വരെ വേണമെങ്കിൽ കിട്ടാം. കശ്മീർ വാലി ഇന്ത്യ മുന്നണിക്കൊപ്പവും ജമ്മു BJPക്കൊപ്പവും കഴിഞ്ഞ തവണത്തേതിന് സമാനമായ വിധത്തിലുള്ള ഒരു വിധിയെഴുത്ത്. ഇതാണ് ജമ്മു കാശ്മീരിന്റെ കണക്ക്. എന്തായാലും നമുക്കിനി സമ്പൂർണമായ കണക്കുകൾ വരാനുണ്ട്. അസമിൽ BJP NDA 11 സീറ്റ്, കോൺഗ്രസ് 2 സീറ്റ്, മറ്റുള്ളവർ 1 സീറ്റ്. 2 സീറ്റ് കൂടുതൽ സ്വന്തമാക്കിയിരിക്കുന്നു. 9-ൽ നിന്ന് BJP 11 സീറ്റിലേക്ക് വരുമെന്നാണ് ജൻ കി ബാത്ത് പ്രവചിക്കുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഹോം ടർഫിൽ BJP സീറ്റുകൾ ഉയർത്തും. അസമിൽ, നോർത്ത് ഈസ്റ്റിൽ വലിയ തോതിലുള്ള വിജയം BJP 1 സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടുമെന്നും പ്രവചിക്കുന്നു. കഴിഞ്ഞ 3 സീറ്റ്, തവണ 2 സീറ്റ് പ്രവചിക്കുന്നു ജൻ കി ബാത്ത്. 1 സീറ്റ് എന്ന് പറയുമ്പോൾ ബദറുദ്ദീൻ അജ്മൽ ഒരു വട്ടം സീറ്റ് നിലനിർത്തി. AIUDFന് 1 സീറ്റ് മാത്രമാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞ നമ്മുടെ വോട്ട് കട്ടർ ഫാക്ടർ ആജ് തക്ക് സ്വാഭാവികമായി ഇന്ത്യ ടുഡേയുടെ അതേ കണക്ക് തന്നെയാവും. ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാണ്. അത് 20 മുതൽ 25 വരെ BJP, 3 മുതൽ 5 വരെ കോൺഗ്രസ്. കർണാടകയിൽ പ്രവചിക്കപ്പെടുന്ന കണക്ക് യാഥാർത്ഥ്യവുമായി ഏറെ ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷെ അത് കോൺഗ്രസിന്റെ പ്രതീക്ഷ അതിനേക്കാളൊക്കെ വലുതായിരുന്നു എന്നിടത്ത് അത്രയോളം മണ്ണിളക്കി വിവിധ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്നു. CNN ന്യൂസ് 18-ൽ കോൺഗ്രസിന്റെ നില അല്പം കൂടെ മെച്ചമാണ്. 3 മുതൽ 7 സീറ്റുകൾ വരെ നേടാം. 23 മുതൽ 26 വരെ BJP NDA, 3 മുതൽ 7 സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്കും പ്രവചിക്കും. അതെ, അവിടെ മറ്റുള്ളവർക്ക്, ഇത് BJPയുടെ സീറ്റാണെങ്കിൽ മറ്റുള്ളവർക്ക് JDS ഒന്നുമില്ല എന്നുള്ളതും നമ്മൾ വായിക്കണം.
ഡയറക്റ്റ് ഫൈറ്റ് ആണ്. ഡയറക്റ്റ് ഫൈറ്റ് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് പ്രവചിക്കപ്പെടുകയാണ്. 3 മുതൽ 7 സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് എന്നാണ് പ്രവചനം. ഇതാ TV9 ഭാരത് വർഷിന്റെ കണക്ക്. ആന്ധ്രാപ്രദേശിൽ 12 സീറ്റുകൾ മറ്റുള്ളവർക്ക്, അതായത് ആന്ധ്രാപ്രദേശിന്റെ കാര്യത്തിൽ ഭാരത് വർഷ് പറയുന്നത് അവിടെ YSRCP പിടിച്ചു നിൽക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് ഒന്നും നേടുന്നില്ല. കോൺഗ്രസ് ആന്ധ്രയിൽ ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ YS ശർമിളയെ ഇറക്കി കുറച്ച് വോട്ട് YSRCPയുടെ കട്ട് ചെയ്ത് BJPക്ക് അല്ലെങ്കിൽ ഇതര മുന്നണിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതിനപ്പുറത്ത് കോൺഗ്രസിന്റെ സ്ട്രാറ്റജി അവിടെ പരാജയപ്പെട്ടു പോയി. ആന്ധ്രാപ്രദേശിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഇനിയും കാത്തിരിക്കണം. ആന്ധ്രാപ്രദേശിൽ അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമെന്ന് പറഞ്ഞുകൂടാ, അവരുടെ സഖ്യം അവിടെ വലിയ നിലയിൽ വിജയിച്ചിരിക്കുന്നു എന്ന് കാണാം. ആന്ധ്രയിൽ നോക്കൂ, ഇന്ത്യ ടിവിയുടെ കണക്കനുസരിച്ച് 23 സീറ്റുകൾ വരെ TDP BJP സഖ്യത്തിന് ലഭിക്കാം എന്നുള്ളതാണ്. അവിടെ ജഗന്റെ പാർട്ടി 3 മുതൽ 5 സീറ്റുകൾ വരെ, YSRCP 3 മുതൽ 5 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോകുമെന്നാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഇന്ത്യ ടിവിയുടെ പ്രവചനം. അതായത് ആന്ധ്രാപ്രദേശ് ഫോർ BJP എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. BJPയേക്കാൾ അത് ചന്ദ്രബാബു നായിഡുവിന്റെ TDPയുടെ വിജയമാണ്. YSR ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസിന് എത്രത്തോളം ശക്തമായി അവിഭക്ത ആന്ധ്രാപ്രദേശ് ഇന്നുവോ ആ വിധത്തിൽ BJPയുടെ ടാലി ഉയർത്തുന്നതിൽ ഇത്തവണ ആന്ധ്ര വളരെ നിർണായകമാകുന്നു. ഓക്കെ, ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട അതിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ യുദ്ധം നടക്കുക, അതിനുവേണ്ടി കൊടിപിടിക്കുക, അതിനുവേണ്ടി വലിയ തോതിൽ യുദ്ധം നടത്തുക, പക്ഷേ എന്നിട്ട് ഏറ്റവും അവസാനം അതിനുവേണ്ടി തന്നെ അതിന്റെ പേരിൽ തന്നെ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്ന വലിയ കാഴ്ചകൾ നമുക്ക് തമിഴ്നാട്ടിലെ വിവിധ ഏജൻസികളുടെ കണക്ക്. തമിഴ്നാടാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇതുവരെ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ പോലെ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനം. സി വോട്ടർ സർവേ അനുസരിച്ച് ഇന്ത്യ മുന്നണിക്ക് 37 മുതൽ 39 വരെ സീറ്റുകളാണ് തമിഴ്നാട്ടിൽ. അതായത് ക്ലീൻ സ്വീപ്പ്. BJP 0യിലേക്ക് പോകാം, ഒരുപക്ഷെ 2 സീറ്റ് നേടാം. ഡി ഡൈനാമിക്സ് 28 ഇന്ത്യ മുന്നണി, 2 NDA, 9 AIADMK എന്ന കണക്കാണ് ഡി ഡൈനാമിക്സ് നൽകുന്നത്. ആക്സിസ് മൈൻഡ് 33 മുതൽ 37 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും, 2 മുതൽ 4 വരെ സീറ്റുകൾ NDAയ്ക്കും, 0 മുതൽ 2 വരെ സീറ്റുകൾ AIADMK മുന്നണിക്ക് നൽകുന്നു. ജൻ കി ബാത്ത് 34 മുതൽ 38 സീറ്റ് വരെ ഇന്ത്യക്കും 0 മുതൽ 5 സീറ്റ് വരെ NDAയ്ക്കും നൽകുന്നു. 0 മുതൽ 1 സീറ്റ് വരെയാണ് മറ്റുള്ളവർക്ക്. ജൻ കി ബാത്തിന്റെ ഈ 0 മുതൽ 5 വരെയുള്ള സീറ്റ് കൂടി കണക്കാക്കിയിട്ടായിരിക്കും കേട്ടോ ഈ 392. എന്തായാലും DMKയുടെ ഒരു കരുത്ത്, അല്ലെ, ഒരു കരിങ്കല്ലിന്റെ കരുത്ത് നമുക്ക് ആ പ്രവചനങ്ങളിലെല്ലാം കാണാൻ കഴിയും. എക്സിറ്റ് പോൾ പ്രവചനങ്ങളൊക്കെ തെലങ്കാന ഇത് നേരത്തെ പറഞ്ഞ കണക്കാണ്. എങ്കിലും ABP പ്രവചിക്കുന്നത് 7 മുതൽ 9 സീറ്റുകൾ വരെ BJP, 7 മുതൽ 9 സീറ്റുകൾ വരെ. അതെ, കട്ടയ്ക്കാണ് തെലങ്കാനയിൽ. രേവന്ത് ഗാരു അവിടെ കോൺഗ്രസിന് വലിയ രീതിയിൽ ഒരു വലിയ ശക്തി നൽകുന്നുണ്ട്. അല്ല, അവിടെ നമ്മൾ കാണേണ്ടത് BRS ഭാരത് രാഷ്ട്ര സമിതി അമ്പെ തകർന്നു പോയിരിക്കുന്നു. BRSന്റെ തകർച്ചയുടെ നേട്ടം BJPയും കോൺഗ്രസും പങ്കിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. BRS തകർന്നപ്പോ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ, 4-ൽ നിന്ന് BJP 9 വരെ ഉയരാം. അപ്പോൾ നോക്കൂ, ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ BJP ഇല്ല എന്ന് പറയുമ്പോൾ അവർ തെലങ്കാനയിലും അവർ ആന്ധ്രാപ്രദേശിലും അവർ നടത്തിയിട്ടുള്ള സ്ട്രാറ്റജി വിജയിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ BJP സീറ്റുകൾ നേടുന്നു. 6 സീറ്റിലാണ് ആന്ധ്രയിൽ BJP മത്സരിച്ചിട്ടുള്ളത്. അവിടെ അവരുടെ മുന്നണിക്ക് 13 സീറ്റുകൾ വരെ ലഭിക്കാമെന്ന് പറയുമ്പോൾ BJPയുടെ സീറ്റ് എണ്ണം 4-ഓ 5-ഓ ആകാം എന്നുള്ള സാധ്യത നമ്മൾ കാണണം. ആന്ധ്രയിൽ TDPയോടൊപ്പം ചേർന്നുള്ള പരീക്ഷണം കൂടി വിജയം കാണുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യ BJPക്ക് തൊടാൻ കഴിയുന്ന ഒരിടമല്ല എന്നിനി പറയേണ്ടതില്ല എന്ന് BJPക്ക് പറയാൻ കഴിയും. ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഇങ്ങനെ തന്നെ സംഭവിച്ചാൽ സൗത്ത് ഇന്ത്യയിൽ BJP പ്രത്യേകിച്ച് കർണാടകയിൽ അവർ വലിയ നേട്ടം ഉണ്ടാക്കുകയും ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ തെലങ്കാനയിലും സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക വഴി സൗത്ത് ഇന്ത്യയിലും ഡെലിവറി ചെയ്യും. കേരളത്തിൽ ഒന്ന് നേടും എന്നതുകൂടി വരുമ്പോൾ നേടിയാൽ എന്തായാലും സൗത്ത് ഇന്ത്യയിൽ BJP അവരുടെ ശക്തി കാണിക്കുന്നു. സൗത്ത് ഇന്ത്യയിലേക്ക് കൂടി BJPയുടെ ഒരു കരുത്ത് പതുക്കെയെങ്കിലും കടന്നു വരുന്നു എന്നതിന്റെ സൂചന നമുക്ക് ഈ എല്ലാ എക്സിറ്റ് പോളിലും കാണാം. നമുക്ക് ഒരു പുതിയ അപ്ഡേഷൻ ജൻ കി ബാത്തിന്റെ മധ്യപ്രദേശ് സർവേയാണ്. NDA 28 മുതൽ 29 വരെ സീറ്റുകൾ, ഇന്ത്യ 0 മുതൽ 1 സീറ്റ് വരെ. അതായത് ചിന്ദ്വാരയിൽ നകുൽനാഥ് പോലും ജയിക്കാൻ സാധ്യതയില്ല എന്നാണ് ജൻ കി ബാത്ത് പറയുന്നത്. ജയിച്ചാൽ ജയിച്ചു, അത്രയായി. ഗുജറാത്തിൽ 26-0. മധ്യപ്രദേശിൽ ഏറെക്കുറെ പ്രതീക്ഷിതമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 70,000-ഓളം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ BJPയിൽ ചേർന്ന് കഴിഞ്ഞൊരു സംസ്ഥാനമാണ്. ചിന്ദ്വാഡയിൽ പോലും നകുൽനാഥിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ പ്രതിയോഗിയായി നിർത്തിക്കൊണ്ട് BJP കളം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ചിന്ദ്വാഡ എളുപ്പമല്ല എന്ന് നേരത്തെ പെട്ടെന്ന് ഈ ഇതുവരെ വന്ന ഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ P മാർക്കിന്റെ സർവേ ഫലം അനുസരിച്ച് 359 സീറ്റാണ് NDAക്ക് പറയുന്നത്. ഇന്ത്യ മുന്നണി 154, മറ്റുള്ളവർ 30. ജൻ കി ബാത്ത് 362 മുതൽ 392 വരെ NDA, ഇന്ത്യ മുന്നണി 141 മുതൽ 161 വരെ, മറ്റുള്ളവർ 10 മുതൽ 20 വരെ. സ്റ്റാർ ന്യൂസിന്റെ പ്രവചനം 371 സീറ്റ് NDAക്ക്, ഇന്ത്യ മുന്നണിക്ക് വെറും 125, മറ്റുള്ളവർ 47.
റിപ്പബ്ലിക് TV അവർ 2 സർവേ ഏജൻസികളെ വെച്ച് സർവേ നടത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണത്തിനത് 353, 368 സീറ്റ് വരെ, 118 മുതൽ 133 വരെ ഇന്ത്യ മുന്നണിക്ക്, മറ്റുള്ളവർ 43 മുതൽ 48 വരെ. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ ചർച്ചകൾ വേണ്ടതില്ല എന്ന AICIയുടെ തീരുമാനത്തിൽ നിന്ന് അവർ യൂട്ടേൺ അടിച്ചത് ഏറെക്കുറെ അവരെ തിരിച്ചടിയായിട്ടുണ്ടാവോ? ഇനിയിപ്പോ പോകേണ്ട തീരുമാനം എടുക്കുമെന്തോ. എന്തായാലും ഇതുവരെ വന്ന എല്ലാ സർവേകളും ഒരു മാസീവ് BJP വേവ്, 350 മുകളിൽ സീറ്റോടുകൂടി NDA അധികാരത്തിലെത്തും എന്ന് പ്രവചിക്കുന്നു. ചെറിയ വിജയമല്ല, വമ്പിച്ച വിജയം. കഴിഞ്ഞ തവണത്തെ 353-നെ BJP അല്ലെങ്കിൽ NDA മറികടക്കും. ഇതെല്ലാം ഞാൻ പറയുന്നത് ഇത് ഇന്ന് പറയാൻ കഴിയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ കഴിയുന്ന സൂചനകൾ മാത്രമാണ്. യഥാർത്ഥ ഫലം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയ ഷോക്ക് വേവുകൾ ഉണ്ടാകാനുള്ള സാധ്യത. രാജീവ്, കഴിഞ്ഞ തവണ 285 NDAക്ക് പ്രഡിക്ട് ചെയ്തപ്പോഴാണ് 350ലേക്ക് പോയത്. അങ്ങനെയെങ്കിൽ 390 പ്രഡിക്ട് ചെയ്യുന്ന ഘട്ടത്തിൽ അത് 400 പാർ ആകാൻ. കഴിഞ്ഞ തവണ ടുഡേസ് ചാണക്യ 361 പ്രഡിക്ട് ചെയ്തത്. ആക്സിസ് മൈ ഇന്ത്യ 350 വരെയാണ് പ്രഡിക്ട് ചെയ്തത്. ഏതാണ്ട് അതിന് ടുഡേസ് ചാണക്യയും ആക്സിസ് മൈ ഇന്ത്യയും പറഞ്ഞ അതേ നമ്പറിലേക്കാണ് കഴിഞ്ഞ തവണ NDA എത്തിയത്. കഴിഞ്ഞ തവണ BJP 303, NDA 352 ആയിരുന്നു. ഇത്തവണ അതിനെ വെല്ലുന്ന പ്രകടനമാണ് എല്ലാ 371 സീറ്റുകളാണ് NDAക്ക് പ്രവചിക്കുന്നത്. പിമാർക്കിന്റെ സർവേ 353, 154 ഇന്ത്യ മുന്നണിക്ക്, മറ്റുള്ളവർക്ക് 30 സീറ്റുകൾ എന്നുള്ളതാണ്.